വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് നമ്മളൊരു തമിഴ്നാട് വിഭവമാണ് കാണാൻ പോണത്. വെൺപൊങ്കൽ എന്ന് പറയും. തമിഴ്നാട്ടിലിരിക്കുന്നവർക്കറിയാം, അവിടുത്തെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറൊക്കെയാണത്. വെൺപൊങ്കൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇത് കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യുക. ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോയിലേക്ക് പോണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൺപൊങ്കൽ പച്ചരിയും ചെറുപരിപ്പും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ചെറുപരിപ്പ്, അതാണ് കണക്ക്. ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുക്കണേ കേട്ടോ. നിങ്ങൾക്ക് ചെറിയൊരു കപ്പാണെങ്കിൽ ആ ഒരു കപ്പിൻ്റെ അളവിൽ 2 മെഷർ ചെയ്തെടുക്കുക. ചെറുപരിപ്പ് ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി കുക്കറിലേക്ക് വൃത്തിയായിട്ട് കഴുകിയെടുത്ത അരിയും പരിപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം നന്നായിട്ട് ആറിയ ശേഷം വെള്ളം കൊണ്ട് കഴുകിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊട്ടിയായിട്ട് മുറിച്ചത്, പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി അളന്ന് അതേ ഗ്ലാസ്സിൽ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പുണ്ടോയെന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് കുറവുള്ളത് കൊണ്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി അരിയും പരിപ്പും വെന്ത് വരണ നേരം കൊണ്ട് ഞാനിവിടെ 1-1.5 സ്പൂൺ ജീരകം, 1-1.5 സ്പൂൺ കുരുമുളക്, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് വെക്കുകയാണ്. മിക്സിയിൽ ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഫൈനായി പൊടിഞ്ഞു പോകും. ഇത് ചതച്ചെടുത്തിട്ട് നമ്മൾ ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. അപ്പോൾ അത് അത്രയും ക്രഷ് ചെയ്തെടുത്താൽ മതി. അരിയും പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കുഴഞ്ഞ പരുവത്തിൽ വേണം ഇതുണ്ടാവാനായിട്ട്. പൊങ്കൽ എപ്പോഴും ചൂടോടെ കഴിക്കണതാണ് സ്വാദ്. ഇൻ കേസ് ആറിപ്പോയാലും നല്ലൊരു കഴിക്കാൻ പറ്റണ ഒരു ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഴഞ്ഞ രൂപത്തിൽ നിർത്തണത്. അപ്പോൾ ആറിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഒരു ചീഞ്ചട്ടി താളിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യും എണ്ണയും കൂടെ മിക്സഡായിട്ടും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുരുമുളകും ജീരകം ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് നെയ്യ് കുറച്ചുകൂടെ വേണം തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൽ നെയ്യ് ചേർക്കണതാണ് ഏറ്റവും ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അധികവും വെൺപൊങ്കലായിരിക്കും. അപ്പോൾ നമ്മളത് അരിയും പരിപ്പിലും തളിച്ചതിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പൊങ്കൽ. പൊങ്കൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മളിന്ന് കാണിച്ച വെൺപൊങ്കൽ, പിന്നെ ചക്കര പൊങ്കൽ, അത് മധുരമുള്ളത്. അത് ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടും ഒരുപോലെ ടേസ്റ്റിയാണ്. എല്ലാവരും ഈ ഒരു പൊങ്കലിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ഡിന്നറിനും ഉണ്ടാക്കാം. അപ്പോൾ പൊതുവേ ഞാൻ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും മിക്കവാറും പൊങ്കലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ സൈഡ് ഡിഷ് നമുക്ക് സെപ്പറേറ്റായി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല ഇതിൻ്റെ കൂടെ ചട്നി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചട്നി ഉണ്ടാക്കണില്ല, സാമ്പാർ മാത്രമേ ഉള്ളൂ. ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ വിഷുവിന് മുന്നായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വറുത്തരച്ച സൂപ്പറായിട്ടുള്ള സാമ്പാറാണ്. ഇത് ഞാൻ 6-7 പേര് കഴിക്കേണ്ട ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇന്ന് ചെയ്തേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.